So probability and statistics in the fourth MCQ discussion ആണ് ഇന്ന്. ഓൾമോസ്റ്റ് നമ്മുടെ ടോപ്പിക്സ് എല്ലാം ഇന്നത്തോടെ കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി പെൻഡിങ് ആയിട്ടുള്ള മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസ്, ഈ ഞാൻ സ്ലൈഡിൽ വെച്ചിട്ടുള്ള പോലെ തന്നെ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, പിന്നെ എക്സ്പെക്ടേഷൻ, മീൻ വേരിയൻസ്, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻസ്, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ്, ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്കിനി നോക്കാനായിട്ടുള്ള ടോപ്പിക്സ്. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസിന്റെ തന്നെ ജസ്റ്റ് ഒക്കെ ഒന്ന് കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വൺ. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ 1 + x². എക്സിന്റെ ലിമിറ്റ് വന്നിട്ട് -∞. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഇൻഫിനിറ്റിക്ക് ഇടയിലാണ് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. വിത്ത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് എ റാൻഡം വേരിയബിൾ. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? PDF എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിലാണ് വരുന്നത്. ഓൾസോ ഇവിടെ ഒരു റേഞ്ചിലാണ് എക്സ് വേരി ചെയ്യുന്നത്. ഒരു എക്സ് ഒരു സ്പെസിഫിക് വാല്യൂ 1 അല്ലെങ്കിൽ 2 എന്നൊരു വാല്യൂ എടുത്തിരുന്നെങ്കിൽ അത് ഡിസ്ക്രീറ്റ് ആയിരിക്കും. പക്ഷെ ഒരു റേഞ്ചിനകത്താണ് അത് ഫോളോ ചെയ്യുന്നതെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ കണ്ടിന്യൂസ്. യെസ്, ഹാൻഡ് റേസ് ചെയ്ത ഒരാള്, എന്താ ഡൗട്ട് ഉണ്ടോ കാര്യം? ഐ തിങ്ക് രാജേന്ദ്രൻ. ഓക്കെ, അറിയാണ്ടോന്നായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. സോ ഇങ്ങനെ നമുക്കൊരു PDF തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കെന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും ഒരു PDFന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോപ്പർട്ടീസ് നോക്കിയല്ലേ, PDFന്റെയും PMFന്റെ ഒക്കെ. അപ്പൊ PDFന്റെ ഒരു മേജർ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ -∞ to ∞ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ സം എന്ന് പറയുന്നത് നമുക്ക് 1 കിട്ടും എന്നുള്ളത്. ആ ഒരു പ്രോപ്പർട്ടിയാണ് പലപ്പോഴും നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിന് യൂസ് ചെയ്യുന്നത്. അതായത് PDF തന്നിരിക്കും, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഇപ്പം പൊതുവെ K എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ K എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് വാല്യൂ K എന്ന് കൊടുത്തിട്ടുണ്ട്. ആ Kന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വരുന്ന ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഓഫ് ദ ടൈം കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. അപ്പൊ ഈ ഒരു ഇത് ഓർത്ത് വെച്ചിരിക്കാം. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് K ഡിവൈഡഡ് ബൈ 1 + x². ഓപ്ഷൻ 3 1/π, അതെ കറക്റ്റ് ആണ്. അപ്പൊ 1 + x² ആണ്. -∞ to ∞ വരും. സോ ഇന്റഗ്രൽ -∞ to ∞ f of x dx ഈക്വൽ ടു 1. അപ്പോ f of x എന്നുള്ളത് K ഡിവൈഡഡ് ബൈ 1 + x² നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ K ഡിവൈഡഡ് ബൈ 1 + x² dx ഈക്വൽ ടു 1. ഓക്കെ, ഇനി ഈ K എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്, Kനെ പുറത്തെടുക്കുവാണ്. ഓൾസോ ഇവിടെ എന്താണ് ഈ 1/1 + x², 1/1 + x² എന്നുള്ള എന്താണ് ഒരു ഈവൻ ഫംഗ്ഷൻ അല്ലേ? ഈവൻ ഫംഗ്ഷൻ, കാരണം x² എന്ന ടേം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എക്സിന് പോസിറ്റീവ് x കൊടുത്താലും -x കൊടുത്താലും ഫൈനലി നമുക്ക് ഔട്ട്കം എന്ത് തന്നെയായിരിക്കും? അത് പോസിറ്റീവ് ആയിട്ട് തന്നെ വരും അല്ലേ? സോ അതെന്താണ് ഒരു ഈവൻ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനിൽ നമ്മൾ എക്സിന് വരും +x -x രണ്ട് കൊടുക്കുമ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ് വരുന്നതെങ്കിൽ എന്താണ് നമ്മൾ ഈവൻ ഫംഗ്ഷൻ തന്നെ എടുക്കും അല്ലെ? ലൈക് ബോത്ത് വിൽ ബി ദ സെയിം. അപ്പോ നമ്മൾ ഈ ഒരു -∞ to ∞ ഓഫ് എ ഈവൻ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ +2 പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുള്ളപ്പോൾ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 × 0 to ∞ എന്ന് എഴുതാൻ പറ്റും അല്ലെ? സോ ഞാനിപ്പോ അങ്ങനെ മാറ്റി എഴുതാണ്. 2 × പിന്നെ K എന്ന കോൺസ്റ്റന്റ് കൂടെ വെളിയിൽ എടുത്തിട്ടുണ്ട്.
0 to infinity 1 by 1 plus x square dx equal to 1 എന്നുള്ളത്. ഓക്കെ, ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓഫ് 1 by 1 plus x square എത്രയാണ്? ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലെ, 2k ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ഓവർ ദ ലിമിറ്റ് 0 to infinity. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്കും 2k ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് 0 ഈക്വൽ ടു 1. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ഏതിലാണ് വരുന്നത്? 90 90 ഡിഗ്രിയിലാണ്. അപ്പൊ പൈ ബൈ 2 മൈനസ് 0 വരുന്നത് 0 ഡിഗ്രീസിലാണ്. അപ്പൊ 0 1 2k ഇൻറ്റു പൈ ബൈ 2 ഈക്വൽ ടു 1. 2 ക്യാൻസൽ ആയപ്പോൾ പൈ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 1 ഡിവൈഡഡ് ബൈ പൈ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3 1 by പൈ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇന്റഗ്രേഷനും ഒക്കെ അറിഞ്ഞിരിക്കണം അല്ലെ. ഇന്റഗ്രേഷനും കറക്റ്റ് ആയിട്ടൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കാൽക്കുലസും നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തോളാം. അതിന്റെ ക്ലാസ് നിങ്ങൾക്ക് ആയിട്ടുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ബേസിക് ആയിട്ട് ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ നിങ്ങൾ എല്ലാം നോക്കി എടുത്ത് വെച്ചിരിക്കുക കേട്ടോ, ഏത് ക്ലാസ്സിന് ഏത് സെക്ഷൻ മൊഡ്യൂൾ പഠിക്കാൻ പോയാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If x is a random variable with expected value of 5 and variance of 1, expected value of x square എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എക്സ് എന്നൊരു റാൻഡം വേരിയബിൾ ആണ് തന്നിട്ടുണ്ട്. അതിന്റെ എക്സ്പെക്ടഡ് വാല്യൂ എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, അതായത് മീൻ തന്നിട്ടുണ്ട്, വേരിയൻസും തന്നിട്ടുണ്ട്, എങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ, എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ. അപ്പൊ ഇതെല്ലാം റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇക്വേഷൻ നമുക്ക് അറിയാല്ലേ, വേരിയൻസ് ഓഫ് എക്സ്. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. സോ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ഡേറ്റ എടുത്തെഴുതാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 5 എന്ന് തന്നിട്ടുണ്ട്, വേരിയൻസ് ഓഫ് എക്സ് 1 ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് എന്നുള്ളത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലെ, ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 5 സ്ക്വയർ കിട്ടും അല്ലെ. സോ ഇവിടെ എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 plus 25, 1 plus 5 സ്ക്വയർ വിച്ച് ഇസ് 26. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ടാൻ ഇൻവേഴ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാനിപ്പോഴാണ് മെസ്സേജ് കണ്ടത്. ടാൻ ഇൻവേഴ്സ് എന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു ആൻസർ പുള്ളിക്കാരൻ പറഞ്ഞതാ, 1 by 1 plus x സ്ക്വയറിന്റെ ഇന്റഗ്രൽ. ഓക്കെ 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 ശരി. മിസ്സേ, പറഞ്ഞോളൂ. ഞാൻ ന്യൂ മെമ്പർ, അപ്പൊ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ എനിക്ക് മനസ്സിലാവുള്ളായിരുന്നു. ഏതാ ഈ ഇക്വേഷൻസ് ഒക്കെ വരുമ്പോഴേ ഏതാ മനസ്സിലല്ലേ, ഏത് ഇക്വേഷനാ? ഇപ്പൊ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പറയുമ്പോഴൊന്ന് ഒന്ന് പറഞ്ഞിട്ട് പറഞ്ഞേ, കാരണം ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏത് ഇക്വേഷൻസാ മനസ്സിലായില്ല? വേരിയന്റിന്റെ ഇക്വേഷനെ ഒന്ന് പറയുമ്പോ ഡയറക്റ്റ്ലി അറിയത്തില്ല. ഇന്റഗ്രേഷൻ ആണോ ഉദ്ദേശിച്ചത്? ക്ലിയർ ആവുന്നില്ല. ഇന്റഗ്രേഷൻ വരുമ്പോഴേ എല്ലാത്തിന്റെയും അറിയത്തില്ല. ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോബബിലിറ്റിയുടെ സെക്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ്റെത് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ആളാണോ നമ്മളെ? അതെ അതെ. ഇത് നമ്മൾ സ്റ്റഡി പ്ലാൻ തരും, അത് ബേസ് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് പ്രോബബിലിറ്റിയുടെ ബേസിക് ക്ലാസ് കേട്ടിട്ട് കയറിയാലാണ് കൂടുതൽ ഫോളോ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇപ്പൊ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കേൾക്കുക, അതിനുശേഷം റെക്കോർഡഡ് ക്ലാസ്സും കൂടെ നോക്കുമ്പോൾ ഐഡിയ കിട്ടും. ഓക്കെ ഓക്കെ. ഓക്കെ, സോ യാ, ഇതിന്റെ ആൻസർ 26. നിങ്ങളത് കണ്ടിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു പ്രാക്ടീസ് ആവും ആ ക്വസ്റ്റ്യൻസും, എസ്പെഷ്യലി ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ നമുക്ക് മിക്ക ടോപ്പിക്സിലും യൂസ് വരുന്നതാണ്. അപ്പൊ അതൊന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്ന് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ നോക്കി, കാരണം നമ്മൾ ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതായിരുന്നു. A continuous random variable x has uncountable many values in the interval closed interval AB. If C is a value in the interval AB, then probability of x equal to C. അവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു കണ്ടിന്യൂസ് പറയൂ. അല്ല, 0 ആണോ ചോദിച്ചത്?
0. ഓക്കെ, അതെ അതെ, 0 ആണ് റൈറ്റ് ആൻസർ. യെസ്, ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഇതെങ്ങനെ വന്നു എന്നുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ്, എക്സ് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറഞ്ഞ ഒരു റേഞ്ചിലായിരിക്കും എപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് എക്കും ബിക്കും ഇടയ്ക്കുള്ള വാല്യൂസ് ആണ് എക്സിന് എടുക്കാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല ഏത് വാല്യൂ ആയിരിക്കും എക്സ് എന്ന റാൻഡം വേരിയബിളിന് കിട്ടുന്നതെന്നുള്ളത്. ഇറ്റ് വിൽ ഫോൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ, അപ്പൊ നമുക്ക് ഫിക്സ് ചെയ്ത് ഒരു പ്രോബിലിറ്റി അങ്ങനെ നമ്മൾ ഇന്ന നമ്പറിന് ഇത്ര പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. അത് നമ്മൾ ഡിസ്ക്രീറ്റിന്റെ കേസിലാണ് കൊടുക്കുന്നത് അല്ലെ. അതായത് ഇപ്പം എക്സ് ഇസ് ഈക്വൽ ടു 2.2, ഇതിന് ഒരു 0.3 പ്രോബിലിറ്റി, ഈ എക്സ് എന്ന വാല്യൂ എക്സ് 2.2 എന്ന വാല്യൂ എടുക്കാനുള്ള പ്രോബിലിറ്റി 0.3 ആണ്. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ഡിസ്ക്രീറ്റിന്റെ കേസിൽ മാത്രമാണ്. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയ്ക്ക് എത്ര വാല്യൂസ് വേണോ വരാം, അൺകൗണ്ടബിൾ മെനി വാല്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സി എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആണ്. ഏതൊരു വാല്യൂ ഇപ്പം നമുക്ക് അസ്യൂം ചെയ്യാം. ഇവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്നുള്ളത് ക്ലോസ്ഡ് ഇന്റർവെൽ 110 ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ദെൻ ഐ സേ ദാറ്റ് സി ഈസ് ഈക്വൽ ടു 5 എന്നുള്ള വാല്യൂ ആണ് ഞാൻ പറഞ്ഞത്. എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് ഒരിക്കലും എക്സ് ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുക്കുന്ന പ്രോബബിലിറ്റി നമുക്ക് എന്തില്ല, അങ്ങനെ ഫിക്സ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് എന്താണ്, അങ്ങനെ ഒരു ഇവന്റ് നമുക്കില്ല. കാരണം എക്സ് എന്നുള്ളത് എക്കും ബിക്കും ഇടയ്ക്ക് ഏത് വാല്യൂ വേണോ വരാം. സോ ഇന്നൊരു വാല്യൂ വരും എന്നുള്ളത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഇവന്റിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. സോ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ 0 ആയിട്ട് വന്നത്. ഓക്കെ, പക്ഷെ അതേസമയം ഇവിടെ ഡിസ്ക്രീറ്റ് ആണ് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ പ്രോബിലിറ്റി ഉണ്ടായിരിക്കുമായിരുന്നു. അത് നമുക്ക് പറയാൻ പറ്റൂല. ഡിപ്പെൻഡിങ് ഓൺ ദ ഡേറ്റ ആ ഒരു പ്രോബിലിറ്റി മാറിക്കൊണ്ടിരിക്കും. എക്സ് ഇപ്പം 2 എന്ന വാല്യൂ എടുക്കുന്നത് 3 എന്ന വാല്യൂ എടുക്കുന്നത് പ്രോബിലിറ്റി ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ബട്ട് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് എക്സ് എക്കും ബിക്കും അല്ലെങ്കിൽ ഒരു റേഞ്ചിനകത്ത് നമുക്ക് പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എക്സിന്റെ ഒരു ലിമിറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ വാല്യൂവിനേക്കാളും ഒരു ലിമിറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്ഷൻ 1. നെക്സ്റ്റ് വൺ, റാൻഡം വേരിയബിൾ എക്സ് ഹാസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആസ് ഗിവൺ ബൈ. അപ്പൊ റാൻഡം വേരിയബിൾ എക്സിന്റെ PDF തന്നിട്ടുണ്ട്. സോ ഇത് കണ്ടിന്യൂസ് ആണ്. ഓൾസോ ഇവിടെ നമുക്ക് കാണാം PDF ഒരു റേഞ്ച് ആയിട്ടാണ് ഈ വേരിയബിൾ മാറുന്നത് കാണിച്ചിട്ടുള്ളത്. സോ ഇറ്റ് വിൽ വേരി ബിറ്റ്വീൻ 0 and 1 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അപ്പം PDF നമുക്ക് തന്നിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ളത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജനറലി ഫസ്റ്റ് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഒന്ന് എഴുതാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഫ്രം നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലെ. ഇനി പ്രോബബിലിറ്റി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതും. ഇതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എഴുതുവാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഏതാണ് എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലെ. ഈ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ജസ്റ്റ് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് അതുപോലെ തന്നെ കിടക്കും. സോ ഇവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് മാത്രം ചെയ്ത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് 0 to 1 ആവും. കാരണം എക്സിന്റെ ലിമിറ്റ് ഇവർ പറഞ്ഞിട്ടുണ്ട് 0 to 1 ആണെന്നുള്ളത്. സോ 0 to 1 3x സ്ക്വയർ. പിന്നെ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഓൾറെഡി ഉണ്ടല്ലേ, ആ എക്സ് സ്ക്വയർ ഞാൻ ഇവിടെ എഴുതുവാണ് എക്സ് സ്ക്വയർ ഡി എക്സ്. സോ 0 to 1 3x റൈസ് ടു 4 dx. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3x റൈസ് ടു 5/5 over the limit 0 to 1. അപ്പൊ 3/5 into 1 minus 0 എന്ന് വരും അല്ലെ. അപ്പൊ 3/5 which is ഇവിടെ ഡെസിമലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം 0.6 നമുക്ക് വാല്യൂ വരും. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് 0.6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a continuous random variable x is defined in the interval 5 to 15. അപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ റേഞ്ച് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് എക്സ് എന്നുള്ളത് 5നും 15നും ഇടയ്ക്കാണ് വരുന്നത്. എങ്കിൽ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 8, ഈ റാൻഡം വേരിയബിൾ 8 എന്ന വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ആൻസർ? സീറോ. യെസ്, 0 ആണ് ആൻസർ. ഇതിന്റെ തിയറി പോലെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നേരത്തെ കണ്ടത് അല്ലെ. അപ്പോ ഇവിടെ x ഈക്വൽ ടു 8 എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് എക്സ് വിൽ ഫോൾ ബിറ്റ്വീൻ 5 and 15.
അത് ഏതൊരു വാല്യൂ എടുക്കാം. സോ ഒരു പെർട്ടിക്കുലർ വാല്യൂന്റെ പ്രോബിലിറ്റി നമുക്ക് ഡിഫൈൻഡ് ആയിട്ട് ഇല്ല. സോ ഇറ്റ് ഈസ് 0. നെക്സ്റ്റ് വൺ, given that x is a random variable in the range 0 infinity with a probability density function e raised to minus x by 2 divided by k, value of constant k ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞു PDF തന്നിട്ടുണ്ട്. കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക ഫ്രം നെഗറ്റീവ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി, എന്നിട്ട് അത് ഇക്വേറ്റഡ് ടു 1 ചെയ്താൽ മതി അല്ലെ. ആ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ f of x equal to e raised to minus x by 2 divided by k അല്ലെ. ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് 0ക്കും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കാണ്. സോ നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് വരുന്നത് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത്. ഇതിനെ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ള ഇവിടെ ഒരു റേഞ്ച് പറഞ്ഞിട്ടുണ്ട് 0 ടു ഇൻഫിനിറ്റി എന്നാണ്. സോ നമ്മൾ ഇതിനെ മാറ്റി എഴുതും 0 ടു ഇൻഫിനിറ്റി. എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ ഞാൻ കെ പുറത്തെടുക്കുകയാണ്, കോൺസ്റ്റന്റ് ആണ്. ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തായിട്ടുണ്ട്, ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ മൈനസ് 1 by 2 ഓവർ ദ ലിമിറ്റ്സ് 0 ടു ഇൻഫിനിറ്റി ഈക്വൽ ടു 1 എന്ന് വരും അല്ലെ. അപ്പം ഇവിടെ മൈനസ് 1 by 2 എന്നുള്ളത് പുറത്ത് വരുമ്പോഴത്തേക്ക് എന്താ, -2 എന്നാവും അല്ലെ. ഇവിടെ നമ്മൾ 1 ഡിവൈഡഡ് ബൈ 1 by 2 എന്നുള്ളത് 2 ആവും. സോ ഇതിനെ പുറത്ത് വരുമ്പോൾ -2 by k എന്ന് എഴുതിയിട്ട് നമ്മൾ ഈ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റൈസ് ടു 0 എന്ന് വരും അല്ലെ. എക്സിന്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റിയും 0യും കൊടുക്കുന്നേ ഉള്ളൂ, ഈക്വൽ ടു 1. അപ്പൊ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത് 1 by ഇ റൈസ് ടു ഇൻഫിനിറ്റി ആണ് അല്ലെ. സോ വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇത് നിങ്ങൾ കാൽക്കുലസ് പഠിക്കുമ്പോൾ ഡിറ്റർമിനേറ്റ് ഇൻഡിറ്റർമിനേറ്റ് ഫോം, ഡിറ്റർമിനേറ്റ് അല്ല ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ഒക്കെ പഠിക്കില്ല. അപ്പൊ അവിടെ ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തോളും. 1 by ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്നുള്ളത് 0 ആണ്. ആൻഡ് ഇ റൈസ് ടു 0 നമുക്കറിയാം ഏതൊരു നമ്പർ റൈസ് ടു 0 ആണെങ്കിലും 1 ആണ്. So we can rewrite it as -2 divided by k into 0 minus 1 equal to 1 എന്നുള്ളത്. അപ്പൊ ഇവിടെ -1 മൈനസ് ഇവിടെ ഒരു മൈനസും കൊണ്ടുണ്ട്, രണ്ടും കൂടെ ചേർന്നിട്ട് പോസിറ്റീവ് ആവും. 2 by k is equal to 1, k equal to 2 എന്നുള്ളത്. So right answer is option 1. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്ക ഉള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.